കേട്ടോ. കഴിഞ്ഞു.
മെയ്യനങ്ങാത്ത ഒരു വിശ്വാസമാണ് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരാൾക്കും തല്ലിവിടാൻ പറ്റുമോ? നല്ല വിട്ടിട്ട് വന്നാൽ
മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് വിളിച്ചപ്പോൾ ഉത്തരവുള്ളതാണ് ഞാൻ അതിനായി മാറാവേണ്ട സമയത്ത് 2019 നവംബർ സംസ്ഥാനമാണ്. അന്ന് മുതൽ ഞാനും മാതാവിന്റെ എന്നാൽ 2022 നവംബർ സംസ്ഥാനം ഞാനും ഹസ്ബൻഡും ബാക്കി ചെയ്തതിനാണ്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാള് നിങ്ങളുടെ 2000 അവർ എൻ്റെ വീട്ടിലാണ് നിങ്ങളുണ്ടായിരുന്നത്. 2022 നവംബർ അവസാനം ഹസ്ബൻഡിൻ്റെ അമ്മച്ചി പെട്ടെന്ന് കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് 10 ദിവസം ലീവിനായിട്ട് നാട്ടിൽ വരേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് എന്നെ എത്തിച്ചു വിട്ടത് കണ്ണൂർ ജില്ലയിലെ പടിയാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ആ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും പടിയാവൂർ വന്നു. 10 ദിവസത്തെ അവധി കഴിഞ്ഞ് പോകുന്നതിന് 3 ദിവസം മുമ്പ് ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെ എല്ലാവരും നിന്ന് ചുമതലയോട് കൊണ്ടിടാക്കുക. ഞങ്ങൾ ചുമതലയിലെത്തി നല്ല ഡ്രസ്സ് മാറി പിള്ളേർ പറഞ്ഞ് കുറച്ച് സമയം കളിച്ച് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ അടുത്തോട്ട് പോയി. അതിൽ തന്നെ എൻ്റെ മമ്മിയും എൻ്റെ കുഞ്ഞുങ്ങളും വീട്ടിൽ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ വീട്ടിലെ സൈഡിലായിട്ട് ഒരു മതിലുണ്ട്. ആ മതിലിന് തെങ്ങ് പ്രതീക്ഷിക്കാതെ നടുവേലി കാടിന്റെ മലയോട്ട് വീണു. അതിനുശേഷം ആ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. നിരവധി കരയാനല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. എന്റെ ഹസ്ബൻഡ് ഓടി അവരുടെ കാടിന്റെ അടിയിലായി പോകുന്നത്. അവരുടെ കാടിന്റെ അടിയിൽ നിന്നാണ് വിളിച്ചെടുക്കുന്നത്. ഞാൻ നോക്കി നിലവിളിച്ച് കരഞ്ഞു. അതാണ് സഞ്ചാരി വന്നാൽ കൂടുതൽ പോകണം, ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിലവിളിച്ച് കരഞ്ഞു. ആ പ്രദേശത്തുള്ളവരെല്ലാം ഞങ്ങൾ അച്ഛനായിട്ട് ഓടി വന്നു. എന്റെ ബ്രദറും എന്റെ ഹസ്ബൻഡും കൂടെ അവർ ഞങ്ങളുടെ അടുത്തുള്ള കൂടത്തിൽ നിന്നുള്ള ഞങ്ങൾക്കറിയാം അവിടെ ഇരിക്കുന്നുള്ളൂ. അവരെ അവിടെ ഇരിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ അടുത്ത ആ ചേട്ടൻ പഠിക്കാൻ ഹോസ്പിറ്റലിലോട്ട് പോകും. ഞാൻ പോകുമ്പോഴേ അവരെ കണ്ടിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ സമ്മതം തെറ്റും. ഫസ്റ്റ് സെക്ഷൻ തപ്പു. ഇനിയിപ്പം പോകുമ്പോഴേക്കും ആംബുലൻസ് കണ്ടിട്ട് എനിക്ക് വിചാരിക്കത്തില്ല. എന്തായാലും മാറാൻ കേസ് ആംബുലൻസ് വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ എത്തി കഴിയുമ്പോഴേക്കും ആംബുലൻസ് ഓൾറെഡി കണ്ടുകൊള്ളു. എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ വണ്ടിക്കാണ് നമുക്ക് കൊണ്ടുപോയത്. ഞങ്ങളുടെ വണ്ടിയുടെ പണ്ടുള്ളവരാണ് തെങ്ങ് വീണാദ്യം. ആ സമയത്ത് കാറ്റ് ആ കാരണത്തും ആവശ്യമില്ലാത്തോ ഫുള്ള് പോകുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേര് ആ വണ്ടിയിൽ ഹോസ്പിറ്റലിലെത്തി. അപ്പം പിന്നെ പെട്ടെന്ന് സ്പ്രെഡായി തെങ്ങ് വീട് കുറച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആക്ച്വലി 3 വയസ്സുണ്ടായിരുന്നതാണ് അങ്ങനെ അവിടെ ചെന്നു. ഞാൻ അവിടെ എനിക്ക് അവിടെ കണ്ടാൽ മതി. ആ സമയത്ത് ആരും കാണില്ല. നമുക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ നഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ കൊച്ചിനെ നോക്കിയിട്ട് ഞാൻ ആ സമയത്ത് അവിടുത്തെ ആളുകൾ പിന്നെ ഡോക്ടേഴ്സ് എല്ലാവരും മാറ്റി വന്നിട്ടുണ്ട്. അത് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ചെറുതായിട്ടൊരു കോള് അതുകൊണ്ട് ഫെസിലിറ്റീസ് ഒന്നുമില്ല. നമുക്ക് കണ്ടാൽ ആംബുലൻസിൽ പോകുക. അങ്ങനെ എൻ്റെ വീട്ടിലാരെല്ലാം വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കില്ല, എനിക്ക് അതുകൊണ്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ കസൻ ചേട്ടൻ്റെ ഞാൻ വരുന്നതും കൂടെ ഇതിൻ്റെ കസൻ ചേച്ചി കൂടുതലുണ്ടായിരുന്നു. ഈ സമയത്ത് കൂടുതലാശുപത്രി കടന്ന് നിലവിളിച്ച് കരുന്ന സമയത്ത് ഏതോ ഒരു ചേച്ചി എൻ്റെ കൂടുതൽ വന്ന ചേച്ചിയുടെ വീട് കൃപാസന മാതാവിനെ ലോക്കറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ കൃപാസനയ്ക്ക് പോയ ആളാണ്, നീ പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ കൂടുതൽ ചേച്ചിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് ഒരു വിശ്വാസം അവരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ചേച്ചി ലോക്കറ്റ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. ആംബുലൻസിനെ കൊച്ചിനെ കണ്ണൂർ കൊണ്ടുവന്നു. ഞങ്ങൾ ആ സമയത്ത് കാറിന് പോവുകയാണ്. ആ സമയത്ത് ചേച്ചി ലോക്കറ്റ് തിരിച്ചു കൊടുത്തു. ചേച്ചി തിരിച്ചു കൊടുത്തു.
അങ്ങനെ പോകുന്ന സമയത്താണ് ചേച്ചി ഇങ്ങനെ പറയുന്നത്, ഇന്നതുപോലെ ഒരു ചേച്ചി എന്റെ ലോകത്ത് തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്റെ പിള്ളേരും എന്റെ പേരൻസും ഇവിടെ വന്നിട്ട് ഉടുപ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കൊച്ചിന്റെ ദേഹത്ത് ആ സമയത്ത് മാതാവിന്റെ കാശിരൂപം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിന് എന്റെ കഴുത്തിൽ കിടന്ന് കാശിരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു. മാതാവ് എനിക്ക് ഇഷ്ടപ്പെട്ടാലും തിരിച്ചു തന്നെ, അല്ലെങ്കിൽ ഞാനും മാതാവ് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞ പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരും പറഞ്ഞ് മലയാളത്തിൽ പെട്ടെന്ന് ഇടാൻ പറഞ്ഞു. അവര് കണ്ണു വലിയ സ്റ്റാഫേഴ്സ് കണ്ടു. അവർ കണ്ണു വെച്ചിട്ടില്ല. അത് അവർ കുറച്ചൊരു പൊട്ടലോ ബോർഡൊന്നും കണ്ടില്ല, ഒരു ബ്രെഡ് വരും അങ്ങനെ ചെയ്യില്ല. പക്ഷെ കണ്ണൂരാണ് ഒരു മലയാളം എത്തുന്നതിന് മുമ്പ് തന്നെ ഫുള്ള് ഫിറ്റിംഗ് തുടങ്ങി. ആ സമയത്ത് കൂട്ടിലുണ്ടാകുന്ന ചേട്ടൻ ചേട്ടൻ്റെ മുമ്പ് ബ്രെഡ് എൻ്റെ ഹസ്ബൻഡ് കൂട്ടുണ്ടായിരുന്ന സ്റ്റാഫേഴ്സ് മൊത്തം ഛർദ്ദിച്ച് കുറച്ച് സ്ഥലത്ത് നിന്ന് മലയാളം വരെ അതുപോലെ പെട്ടെന്ന് അവിടെ കണ്ണൂർ ആശുപത്രി ലഭിച്ചു. അവിടെ അവിടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടത്തിലേക്ക് മാതാവിന്റെ ലോക്കറ്റ് ഒരു ചേച്ചി കൊടുത്തു. അതുകൂടാതെ പയ്യാനുള്ള ഒരു കസിൻ ചേച്ചി അമ്മയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ആ ചേച്ചി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതായിരുന്നു. ആ ചേച്ചിയുടെ നേർച്ചവസ്തുക്കൾ ഉണ്ടായിരുന്നു. ആംബുലൻസിലും ഇസബല്ലയുടെ ദേഹത്തോടും ആ ചേച്ചി ഉപ്പ് വിതറിയാണ് വിട്ടത്. വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതറി വിട്ടു. അപ്പോൾ മാതാവിന്റെ സംരക്ഷണം തുടക്കം മുതൽ ഇസബല്ലയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കണ്ണൂർ ഹോസ്പിറ്റലിൽ എത്തി. എമർജൻസി പെട്ടെന്ന് അവിടെ തലയോട്ടിക്ക് തലച്ചോറിന് ഇടയ്ക്ക് രണ്ടും മൂന്ന് ഫ്ലോട്ടായിരുന്നു. അങ്ങനെ എമർജൻസി അവർ ഫ്ലോട്ട് ആയിട്ട് അവർ ഓപ്പറേഷൻ ചെയ്തെടുത്തു. അങ്ങനെ ഈ ഒരു സൈറ്റിനെ പുറത്ത് വെച്ചിട്ടാണ് അവർ ഓപ്പറേഷൻ നടത്തിയത്. പിന്നീട് അവർ പറഞ്ഞു അവിടെ സ്പൈനൽ കോഡിന് പൊട്ടലുണ്ട്, അവിടെ നട്ടലിന്റെ പൊട്ടലുണ്ട്, പൊട്ടലുണ്ട്, ലെൻസിന് പ്രോബ്ലം ഉണ്ട്. മൊത്തം പോയി കിടക്കുകയാണ്. തെങ്ങ് വീടുകളല്ല സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് മണൽ അല്ലെങ്കിൽ ഒരു തേങ്ങ എന്ന് കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരു തെങ്ങ് വീടിലേക്ക് കുറച്ച് അവസ്ഥകളൊന്നും നമുക്ക് പോയിക്കാറുള്ളൂ. അത് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മാറ്റി. ഞാൻ അവിടെ കണ്ടപ്പോൾ അവസ്ഥ അവിടെ പോകുന്നതിന് മാറിപ്പോയി. ഇത് പറയാം, ഞാൻ മാതാവിന് തന്നെ പറഞ്ഞിട്ട് ഫെബ്രുവരി 26 അവരുടെ 4ാമത്തെ ബർത്ത്ഡേയാണ്. ഞാൻ മാതാവിനോട് ഇത്രയും പറഞ്ഞു, എനിക്ക് 26 ഞങ്ങൾക്ക് ഒരു ഫീസ് തരാം, തരുവാണെങ്കിൽ എനിക്ക് ഫീസ് വരാൻ ഫീസ് തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ 4 വരെ എഴുതും, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ കണ്ടതാണ്. ആ സമയത്ത് കൂടുതലുണ്ടായിരുന്നു. ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളും ഒരു മാസത്തിൽ വന്ന് ഉടമ്പടിയായിരുന്നു, ഈ മാസം മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളും വന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് വെന്റിലേറ്ററിൽ എന്നെ ഹസ്ബൻഡിന് കയറ്റാൻ തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കായിട്ട് തന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, എനിക്കെല്ലാം ദൈവത്തിന് കഴിവാണ്. പിന്നെ അവർക്ക് യൂറിനറി ഇൻഫെക്ഷനായി, ബ്ലഡ് ഇൻഫെക്ഷനായി, മൊത്തം പിന്നെ യൂറിനൊന്നും കൺട്രോൾ ഇല്ലാതെ പോകാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഭാഗമായിട്ടുള്ള സിംറ്റമായിട്ടാണ് ഇവർ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു ബാക്കിയെല്ലാം ദൈവത്തിന് കഴിയുമെന്ന് തീരുമാനിക്കുക, എന്തിനും തയ്യാറായിരുന്നോ അവര് നമ്മൾ നോക്കിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ സമയത്ത് 5-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 3 സമയം 5-ാം തീയതി വൈകുന്നേരം തൊട്ട് 6-ാം തീയതി കഴിഞ്ഞു. 6-ാം തീയതി ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ല. അവർ പറഞ്ഞു നമുക്കൊന്നുമില്ല, പറയാനായിട്ട് ഒന്നുമില്ല, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. 7-ാം തീയതി 6-ാം തീയതി വൈകുന്നേരം ഞങ്ങളോട് പറഞ്ഞു 7-ാം തീയതി ഒരു CT സ്കാൻ ഉണ്ട്, അതിനൊക്കെ അറിയാൻ പറ്റും മുമ്പോട്ട് എന്തിനാ എന്താ എന്നൊക്കെ ഒരു പ്രതീക്ഷ, ഒരു ശതമാനം ഒരു പ്രതീക്ഷ നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെ പ്രതീക്ഷ പറഞ്ഞാലും നമുക്കും ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ ഒന്നും പറയുന്നില്ല. എനിക്കും തയ്യാറായിരുന്നോ ആ സമയത്ത് എനിക്ക് അവർ ബേസിക്ക് ഓർക്കാൻ പോകുന്ന അങ്ങനെ 7-ാം തീയതി അതുകൊണ്ട് 5-ാം തീയതി തൊട്ട് 6-ാം തീയതി ഓടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. വീടിൻ്റെ മാതാവിൻ്റെ വീട്ടിൽ
ഫോട്ടോ എനിക്ക് പലപ്പോഴും വരുന്നത് ഞാൻ എന്നിട്ട് എൻ്റെ ബ്രദറിനെ സംശയം കണ്ടു ചാടി ചേർന്ന വിഷുദ്ധ എങ്ങനെയാണ് കാണുന്നത് എന്ന് കഴിച്ചു. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ എന്ത് വരും, പക്ഷേ ഇപ്പോൾ കാണിക്കില്ല, സ്റ്റാഫിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഈ കൊറോണക്കാർക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ആ സാധനം കണ്ടിരിക്കും. അവർ ചെന്നിട്ട് എന്നോട് അത് ഒരു തരാമെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു കുറേ ഓപ്പൺ ആക്കില്ല, ഞാൻ കണ്ടില്ല, നിങ്ങൾക്ക് എടുത്ത് തരാമെന്ന് പൈസ ചെയ്തു. ആ ചേട്ടൻ മേടിക്കുന്നില്ല, ചേട്ടൻ ഞാൻ ആ ഫോട്ടോ ഞാൻ സ്റ്റെപ്പ് വിശ്വാസപ്രമാണം ചെയ്യുമ്പോൾ ഞാൻ ഓടുന്നു. ആ ഓടി സമീപം ഞാൻ എനിക്ക് എത്ര ഫോട്ടോ നോക്കില്ല, ഞാൻ ഒരു ഫോട്ടോയാണ് ചേട്ടൻ അവിടെ ചെല്ലുമ്പോൾ അതിന് ഡോക്ടേഴ്സ് ഹൗസിൽ ഹൗസിൽ കയറുമ്പോൾ എനിക്ക് അവിടെ തലക്ക് വെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവരോട് പുറത്ത് നിൽക്കുന്നവരോടൊന്നും പറയാനില്ല. ആ ഒരു അവസ്ഥയാണ് ഡോക്ടേഴ്സ് അവർക്ക് കയറിയത്. ഈ ചേച്ചി ആ ആ സ്പോട്ടിൽ അതിന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാര് പേഷ്യൻസിന് സ്കൂട്ടിൽ എന്റെ ബ്രദറിനെയും കസിനെയും വിളിച്ചു പറഞ്ഞു, അവർക്കോട് വരാൻ പറഞ്ഞു. എന്ത് മറാഠ സംഭവിച്ചെന്ന് അറിയില്ല. അവിടെ യൂറിൻ കൺട്രോളായി അവിടെ മരുന്നുകളൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. ആ സ്പോട്ടിൽ അവർ മരുന്നുകൾ റെസ്പോണ്ട് ചെയ്യപ്പെടുന്നു. പിന്നെ തലയിലെ നീര് അതിന് മരുന്ന് വെച്ചവർക്കുള്ള പരിധികളെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് പ്രേരിക്കത്തക്ക രീതിയിൽ ആ നീരായില്ല. അതൊക്കെ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുവാനാണ്. അങ്ങനെ ആ സ്പോട്ടിലാണ് അത് വരാണ്ട് തൊട്ട് നിമിഷം വരെ ഡോക്ടേഴ്സിനും ഒരു പ്രതീക്ഷയില്ല, അവിടുത്തെ സ്റ്റാഫിനും പ്രതീക്ഷയില്ല, കൂടുതലുണ്ടായാലും പ്രതീക്ഷയില്ലാണ്, ഇല്ലാതില്ലാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊരു ഹോപ്പുണ്ട്, നിങ്ങൾ ആരോടും പ്രാർത്ഥിച്ചു, മുറുക്കി പിടിച്ചോളം പറഞ്ഞു. അങ്ങനെ ആ നിമിഷം തൊട്ട് ഞാനൊരു ബുക്ക് മേടിച്ച് വചനം എഴുതാൻ തുടങ്ങി. കാരണം എനിക്ക് മനസ്സിലായി മനുഷ്യന്മാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ എഴുതാൻ തുടങ്ങി. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 10:27. അത് ഞാൻ ഈ PSC റൂമിന്റെ മുമ്പിൽ ഇരുന്നു. ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങളിപ്പോൾ അവിടെ ബ്രെയിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, അവിടെ സ്പൈനൽ കോഡിൻ്റെയും പിന്നെ ഹിപ്പിൻ്റെയും ഞങ്ങൾ നോക്കുന്നില്ല, അതൊക്കെ പിന്നീടാണ്, ആദ്യം ബ്രെയിനിൽ നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവള് മരുന്നുകളൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കായിട്ട് അവള് ഓക്കെ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവളെ വെന്റിലേറ്ററിന് അവളെ ICUലോട്ട് മാറ്റി. ICUവിൽ 22ാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റി. ഇങ്ങനൊരു സംഭവം വരുമ്പോൾ കുറഞ്ഞത് എല്ലാവരും കേൾക്കും 2 മാസം അവൾ ഹോസ്പിറ്റലിൽ കടക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് 22ാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റി. ഞാൻ ആ സമയത്തേക്ക് വിശ്വാസപ്രമാണം ഇവിടെ കാണുന്ന സമയത്തൊക്കെ വിശ്വാസപ്രമാണം ചെയ്തി തൈലും തേക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഫോട്ടോ തലക്കിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വചനം എഴുതിയിട്ട് അവിടെ തലക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ അസാധ്യമായ ദൈവത്തിന് സാധ്യമെന്ന വചനവും ഞാൻ അവിടെ തലക്കിൽ ഒരു ഫയലിന് തലക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറഞ്ഞത് ഇവർക്ക് ഒരു 6 മാസം വരെ സമയം കൊടുക്കണം. കാരണം ഇവിടെ മൊത്തം പ്രോഗ്രാമല്ലോ, 6 മാസം വരെ സമയം കൊടുക്കണം എന്ന് പറഞ്ഞു. എത്ര സമയം വേണം കൊടുക്കാം, ഏത് കോലത്തിലും ആയാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് ജീവനോടുകൂടി ഇവിടെ തന്നെ തിരിച്ചു വിടണം. കാരണം ഇതൊക്കെ ഒരു കേസസ്ത്രമാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു കിട്ടിയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചാൽ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പെട്ടെന്ന് വരുന്നത് ഇവിടെ ഇമ്പ്രൂവ്മെന്റ് ആകാൻ തുടങ്ങി. ഡോക്ടേഴ്സും ഭയങ്കര ഹാപ്പി. അങ്ങനെ 22ാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അതിനിടയ്ക്ക് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ റീഹാബ് സെന്ററിൽ പോകണം, കാരണം ഫിസിയോതെറാപ്പി ചെയ്യണം, സ്പീച്ച് തെറാപ്പി ചെയ്യണം. ആ സമയത്ത് ഇവരുടെ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല, സൗണ്ട് പുറത്തോട്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബ്രെയിനെ ബാധിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓർമ്മശക്തി, കാഴ്ച, കേൾവിൻ്റെ എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ സമയം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ
എന്താ പറയുക, പെട്ടെന്ന് ഇതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ആയി. പിന്നെ ഇവിടെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ റീഹാബ് സെന്ററിൽ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഡോക്ടറെ അവർക്കൊരു ടീച്ചേഴ്സും ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യട്ടെ, അവളായിരുന്നു നിങ്ങൾ ഇത് നോക്കിയതിന് ശേഷം ഞങ്ങൾ പോകാറ് പറഞ്ഞു. അങ്ങനെ ഇവിടെ വീട്ടിൽ ചെന്ന് ഇവാന അവിടെ ടീച്ചേഴ്സ് ഇവളുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ അവളെ കെയർ ചെയ്യുന്നു, അവളെയും സംസാരിക്കുന്നു. എന്നെക്കാളും ഒരു പക്ഷേ ചിലപ്പോൾ അവർ നമ്മുടെ അറിവുകൊണ്ടായിരിക്കാം അവരിലൂടെ ഇവിടെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ആയി. അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ വയനാട്ടിലുള്ള റീഹാബ് സെന്ററിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ മാത്രം പ്രോബ്ലം ഒന്നും ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ഇവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലാസ്റ്ററൊക്കെ ഒരാഴ്ച കൊണ്ട് ഇവിടെ പൊട്ടിച്ച് കളഞ്ഞു നടന്നിട്ട്. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിച്ച് ഒരാഴ്ച കൊണ്ട് ആ പ്ലാസ്റ്ററൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യുന്നതായിട്ട് വന്നു. അങ്ങനെ പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഇമ്പ്രൂവ്മെന്റ് ആക്കി. ഇവർക്ക് ഓർമ്മശക്തി ഞങ്ങൾക്ക് അതൊക്കെ പേടിയായിരുന്നു. ഇവർക്ക് ഒരു ഓർമ്മക്കുറവില്ല, സ്പീച്ചിന് കുഴപ്പമില്ല, പിന്നെ അവിടെ മൂവ്മെന്റ്സ് കൈകാലുകളെല്ലാം മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു മാസം കൂടെ ഏകദേശം ഇവിടെ ഓക്കെ ആയിരുന്നു തന്നെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ തലയ്ക്ക് നീളുള്ളതുകൊണ്ട് തല ഇച്ചിരി ഇച്ചിരി സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. തല ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു. കൂടുതൽ സമയം ഞങ്ങൾ കടത്തുവരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരാഴ്ചയ്ക്ക് ശേഷം ഇവിടെ രാത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയോട് പറഞ്ഞു, അമ്മ എൻ്റെ അടുത്ത് കൃപാസനമാതാവ് വന്നു പറഞ്ഞു. അപ്പം കാര്യം ഇവർക്ക് ഒരു കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് കൃപാസനമാതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഇത്രയും ഇഞ്ചി പറ്റുന്ന കുഞ്ഞാണ്. കാരണം ബ്രെയിനെ ബാധിച്ച തലയോട്ടിക്ക് പൊട്ടിട്ടെല്ലാം ബാധിച്ച കുഞ്ഞ് ഇങ്ങോട്ട് പറയുകയാണ്, അമ്മാവെ എൻ്റെ അടുത്ത് ആശുപത്രി വെച്ച് കൃപാസനമാതാവ് വന്നു പറഞ്ഞു. അപ്പൊ ആ സമയത്ത് മമ്മി ഞങ്ങളെല്ലാവരും വിളിച്ചത് കൊച്ചി കൃപാസനമാതാവിനെ കണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടപ്പോൾ മമ്മി അവള് വിളിച്ചു, ഇസബല്ല മാതാവ് എങ്ങനെയാ വന്നേന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു മാതാവ് കടലിന്റെ വീട്ടിൽ കൂടെ വന്നു പറഞ്ഞു. അങ്ങനെയാണ് വീട്ടിലുള്ള ഫോട്ടോ ഞങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് മാതാവിന്റെ പിറകെ തിരമാല ഇങ്ങനെ ഇറക്കി വരുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പം മമ്മി ചോദിച്ചു മാതാവിന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. അന്നേരം അവള് പറഞ്ഞു ആ 3.25 വയസ്സിനകത്ത് കുഞ്ഞാണ് പറഞ്ഞു. അവള് ഭൂമി എന്നാണ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, അവള് ഭൂമി എന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര മാതാവ് ഡോക്ടേഴ്സ് ഒരു പ്രതീക്ഷയില്ല പോലെ കുഞ്ഞാണ്. ആ കുഞ്ഞിനാണ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ പൂർണ്ണ വിശ്വാസമായിട്ട് തന്നെ. അതുപോലെ വേറെ ആളെ സ്ഥലം ഉണ്ടെന്ന് വെച്ചപ്പോൾ അവര് പറഞ്ഞു ഈശോയെ ഞങ്ങൾ വിളിച്ചപ്പോ ഈശോയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ ഇങ്ങനെ ഒരു കള്ളത്തരമില്ല നന്നാക്കി പറഞ്ഞു വന്നത് സത്യം പറയുന്നത്. അവൾ കൃപാസനമാരെ കണ്ണു പറഞ്ഞു, കാര്യങ്ങളും എനിക്കൊരു പറയാൻ പറഞ്ഞു, മാതാവിന്റെ കയ്യിൽ ദൈവമാണെന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു ഈശോ അവരെ കാണിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് ഇസ്രായേലിനെ കണ്ടു നോക്കുന്നുണ്ടോ, ഇസ്രായേൽ നടക്കുന്നുണ്ടോ, കാരണം അതായിരുന്നു അവരുടെ സിറ്റുവേഷൻ. പക്ഷെ മാതാവിലൂടെ അവർക്ക് മൊത്തത്തിൽ അവരിപ്പോൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, എല്ലാവരും തിരിച്ചറിയും. ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ് സംഭവിച്ചത് അറിയത്തില്ല. ആ ഒരു ഫോട്ടോ വെച്ചത് തൊട്ടാണ് ഇവർക്ക് ഇത്രയും വലിയ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. ഞാൻ എൻ്റെ കുടുംബവും മാതാവ് നിത്യസാക്ഷിയായിട്ട് ജീവിക്കും. അതോടൊപ്പം തന്നെ ആ സമയം മുതൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ വികാരിയച്ഛൻ പറഞ്ഞു ആ വീട്ടുകാരെ നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ ഒത്തിരി ക്യാഷൊന്നും ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ എവിടെ നിന്നാണ് ക്യാഷ് മാതാവ് അറേഞ്ച് ചെയ്തിരുന്നു അറിയത്തില്ല. എല്ലാവരും നിങ്ങൾക്ക് 1 കോടി രൂപയായോ കൊടുത്തു ഹോസ്പിറ്റലിൽ. സത്യം പറഞ്ഞാൽ 15 ലക്ഷം രൂപ പോലും ആയിട്ടില്ല. കാരണം നമ്മൾ അതിൽ കൂടെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയൊന്നും ആക്കാൻ നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഒത്തിരി പേര് ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാരാണ് ഞങ്ങളെ സഹായിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ വിദേശത്തും സ്വദേശത്തും ഉള്ളവര് പ്രാർത്ഥന ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കറിയത്തില്ല എവിടെ നിന്നൊക്കെ വേണ്ടിയാ ഇസബെല്ലയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു സമയത്ത് ഇസബെല്ല എന്നുള്ള പേരായിരുന്നു ഈശോയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈശോ ഞങ്ങൾക്ക് പോയ കൊച്ചിനെ എല്ലാവരും തിരിച്ചു തന്നെന്ന് പറയാം. തിരുക്കുമാരനും മാതാവിനും കൊടാനും കൂടി നന്ദി ചക്കരയും. ഈ അനീറ്റത്തിൽ കാസർഗോഡ് നിന്നുള്ള ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത്. തൻ്റെ 2 ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടി, അത് 1.25 വയസ്സുള്ള ഈ കുട്ടിക്ക് അതിൻ്റെ പേര് ഇസബെല്ല. അതിനെ പറ്റിയ ഒരു ആക്സിഡൻ്റാണ്. അതായത്
തെങ്ങിന്റെ മണ്ട പോയിരുന്നവർക്ക് മണ്ടയില്ലാത്തവർക്ക് വീടിന്റെ തൊട്ടടുത്ത് നിന്ന് ഈ കുഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അത് ഒടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ സംഭവിച്ചത് ഈ കുഞ്ഞിന്റെ വലിയ അപകടമാണ് വിശദീകരിച്ച ഈ മകൾ പറഞ്ഞു വരുന്നത്. അത് തലയോട്ടേക്കും ബ്രെയിനും സ്പൈനൽ കോഡ് നട്ടല് ഹിപ്പ് എന്നിവയ്ക്കെല്ലാം പൊട്ടൽ, പിന്നെ ബ്ലഡിലാണെങ്കിൽ ഇൻഫെക്ഷൻ, ആശുപത്രി പരിശോധിക്കുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ഇതെല്ലാം ബാധിച്ച് ആശുപത്രിയിൽ പരിശോധനയുടെ സമയത്ത് ഇതൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ്. തലച്ചോറിന് തലയോട്ടിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തു മാറ്റി പ്രത്യേകം ഫുഡ്സറിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് 6 മാസമെങ്കിലും ഇത് മാറ്റിവെക്കാനായിട്ട് തിരിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഘട്ടമാണ്. അപ്പോഴാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിന് ഇങ്ങനെ വല്ലാത്ത മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറയുന്നത് യാതൊരു ഹോപ്പുമില്ല, യാതൊരു ഹോപ്പുമില്ല ഈ കുഞ്ഞിന്റെ ഈ അവസ്ഥയിൽ. അത് ഇതിനിടയ്ക്കെന്ന് പറഞ്ഞ ബ്രെയിനിന്റെയും അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് നിന്നുള്ള ബ്ലീഡിങ് വരുന്നുണ്ട്, സ്കള്ളിന്റെയും തലച്ചോറിന്റെ ഇടയ്ക്ക് നിന്നുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നുള്ള നമുക്ക് പ്രത്യാശയില്ലാത്ത ഒരു മറുപടിയാണ് ഡോക്ടർമാരിൽ നിന്ന് വന്നത്. അഥവാ അവർ പറഞ്ഞതാണ്, അഥവാ ഈ കുഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെട്ടാൽ തന്നെ ഇതിന് ജീവിതത്തിൽ വലിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇതിന്റെ സൈഡ് എഫക്ട്സ് വലുതായിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴാണ് ഈ സഹോദരി ഉടമ്പടിയിലെ ബോധവഴിക്കൊക്കെ പലരുമൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഉടമ്പടിയിലുള്ള മാസത്തിലുള്ള ഉപ്പ് കൊടുക്കുന്നത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ മകള് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉടമ്പടി തൈലം കുരിശിപ്പം വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ കുഞ്ഞിന്റെ തലയ്ക്ക് കൃപാസനം അമ്മ മാതാവിന്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതായത് MRI സ്കാൻ എടുക്കുക, ഈ കുഞ്ഞിന്റെ സ്കാൻ എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ ഈ സ്കാൻ എടുത്ത് അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട്, ക്രിട്ടിക്കലായിട്ടുള്ള ചില ഈ രോഗങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അന്ന് അതിന്റെ തൊട്ട് മുമ്പാണ് ഈ മകൾ കൃപാസന അമ്മ മാതാവിന്റെ ഒരു ഫോട്ടോ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തന്ത്രപ്പെട്ട് അത് ഈ കുഞ്ഞിന്റെ തലയ്ക്കൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞ് ഡോക്ടർ പറയുന്നത്, അത് ഡോക്ടർ വിളിച്ച് പറയുന്നത് യൂറിൻ കൺട്രോള്, തലയിലെ നീര് ഇതെല്ലാം സ്റ്റേബിളായി. ഇപ്പോൾ അതിന് മരുന്നുകളോട് ഇത് പ്രതിപ്രവർത്തിക്കാൻ തുടങ്ങി. മറ്റേതെന്ന് പറഞ്ഞാൽ മരുന്നുകളോട് ഈ കുഞ്ഞിന്റെ ശരീരം പ്രവർത്തിക്കുന്നില്ല. അത് പ്രതിപ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവർക്ക് ആൾപ്പാടെ ഡോക്ടർമാർക്ക് വലിയ വിഷമത്തിലായിരുന്നു. അപ്പോൾ ആശയ്ക്ക് ഒരു വഴിയുണ്ടെന്നുള്ളത് ഇങ്ങനെ ഒരാളുടെ വായിൽ നിന്ന് കിട്ടി. എന്റെ സഹോദരങ്ങളെ 22 ദിവസം കുട്ടി കഴിഞ്ഞപ്പോൾ കുട്ടി വീട്ടിലേക്ക് വന്നു. അത് ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് പോയപ്പോഴാണ് അവിടെ ഉള്ള പറഞ്ഞ ഇത് ഫിസിയോതെറാപ്പി, അതുപോലെ നമ്മുടെ സ്പീച്ച് സംസാരത്തിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഇവിടെ ഒന്നും ചെയ്യേണ്ട, അതാണ് നിങ്ങളുടെ അടുത്തെവിടെയെങ്കിലും പോയി കാര്യം കുറച്ച് എത്ര കണ്ട് ബെറ്ററാണ്. അപ്പം ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഈ കൊച്ച് അമ്മാമ്മയുടെ ഈ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ അനീറ്റയുടെ അമ്മയോട് ഈ കുട്ടി പറയുകയാണ്, അമ്മാമ്മ ഞാൻ അമ്മ മാതാവിനെ, കൃപാസന അമ്മ മാതാവിനെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അവര് അത്ഭുതത്തോട് ചോദിച്ചു, നീ എന്ത് കണ്ടു? അമ്മ മാതാവിനെ, കൃപാസനം മാതാവിനെ ഞാൻ കണ്ടു. അപ്പൊ മാതാവ് എന്തായിരുന്നു? മാതാവിന്റെ കയ്യിൽ ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു, ഒരു ഭൂമിയിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹോദരി എന്നോട് ചോദിച്ചു അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ അടുത്ത് നടക്കുന്ന ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് വിശദീകരണം നമുക്ക് യൂട്യൂബിലൂടെ കേൾക്കാൻ സാധിക്കും. അതായത് ആ ഗ്ലോബ്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാനായിട്ട് ശക്തനല്ല.
അപ്പൊ ഒരു ഗ്ലോബ് ഭൂമി കയ്യിലിരിക്കുകയാണ് അമ്മയുടെ കയ്യിൽ. അപ്പൊ ഇങ്ങനെ കണ്ട അന്നത്തെ ഉടനെ ഈ അമ്മമ്മ ചോദിച്ച പിന്നെ അത് അമ്മയുടെ കൂടെ ആരുണ്ടായിരുന്നു. അപ്പൊ ഈ അമ്മ എന്ത് ചെയ്യുന്ന എങ്ങനെയാണ് കണ്ടത്? അപ്പൊ പറയാണ് അത് കടലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്, വരുന്നതായിട്ടാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ഇവിടെ കൃപാസനത്തിൽ മരിയൻ തപസ് നടക്കുന്ന സമയത്ത് ഇവരോടെ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പൊ അമ്മ ഉടനെ ആ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു സുനാമി പിന്നീട് ഇതിനു ശേഷം ഉണ്ടായ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുള്ള. അപ്പൊ ആ കടലിന്റെ ഇതാണ് ആ പശ്ചാത്തലത്തിൽ പുറകെ കാണുന്നത്. അമ്മ അതിന്റെ മീതെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുണ്ട്, ഗ്ലോബ് കൈ. പിന്നീട് കുറച്ച് പറഞ്ഞ അമ്മ ആരുണ്ടായിരുന്നു? ഈശോ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈശോയുടെ സിമ്പിളായിട്ടുള്ള വിജയത്തിന്റെ ആ വെല്ലിപ്പുഴ 2 എന്നുള്ള ആ ഇത് ഉദ്ധിതനായ ഈശോയുടെ 2 എന്നുള്ള ആ ഇത് കാണിക്കാനായി ഇങ്ങനെ കാണിക്കാൻ. അപ്പം എന്റെ സഹോദരങ്ങളെ, ഈ പടം ഉടമ്പടിയിലുള്ള പിന്നെ അതായത് നമ്മുടെ ഈ കൃപാസനം മാതാവിനെ തലക്കിൽ കൊണ്ടുപോയി വെച്ചതിനല്ല അത്ഭുതം. അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് കൃപാസന അമ്മ ഈ കുഞ്ഞിനെ നേരിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് അവിടെ നടന്നത്. അവിടെ അമ്മ മാത്രമല്ല, അമ്മയുടെ കൂടെ ഈശോയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ഹോപ്പും ഇല്ലായിരുന്ന ഈ കുഞ്ഞിന്, അതായത് യാതൊരു വിധ രക്ഷപ്പെടുവാൻ സാധ്യതയില്ലെന്ന് വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയിരുന്ന ഈ കുഞ്ഞിന് ശരീരം മരുന്നുകളോട് പ്രതിപ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് യൂറിനറി ഇൻഫെക്ഷനും അതുപോലെ തന്നെ തലയിലുള്ള ഇതെല്ലാം അതെല്ലാം നോർമലായി മാറുകയാണ്. എന്റെ സഹോദരൻ അരയിലുള്ള നീരെല്ലാം നോർമലായി. പിന്നീടാണ് അങ്ങോട്ട് വലിയ മാറ്റങ്ങൾ വന്നത്. പിന്നീട് അങ്ങോട്ട് വന്നത് കുച്ച് അതിന്റെ 6 മാസം കൊണ്ട് ഇത് വീണ്ടും ഈ തലയോട്ടി വെക്കാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞത് 1 മാസം കൊണ്ട് വെച്ചു. പിന്നീട് നടക്കാന്ന് പറഞ്ഞത് കൊച്ചു 22-ാം ദിവസം വീട്ടിലേക്ക് വരെയാണ്. വളരെ പെട്ടെന്നാണ് ഇതിന്റെ ക്യൂട്ടായിട്ടുള്ളതാണ് ഇതിന്റെ പറയുന്നത് ആ സുഖപ്പെടല്. അത് പഴയ രീതിയിലേക്ക് കടന്നത് വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് ഇപ്പൊ നടക്കുന്നതാണ് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, എങ്ങനെ ഈ അത്ഭുതം ഇവിടെ നടക്കുന്നു? എങ്ങനെയാണ് ഈ കൃപാസനത്തിൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ നടക്കുന്നത്? അതാണ് ഈ ഒരു വചനം പറഞ്ഞത് ലൂക്കായുടെ 1:37. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷേ അമ്മ മാതാവ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് അതായത് സമയത്തിന്റെ അതിനാഥയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കഴിവോ കൃപയോ ഒന്നുകൊണ്ടുമല്ല, വൈദ്യശാസ്ത്രമോ മരുന്നുകളോ ഒന്നുമല്ല. പിന്നെ എവിടെയാണ് രക്ഷ? അതെന്ന് പറയുന്നതാണ് എഫേസുസിന്റെ 2-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നത്. അതായത് വിശ്വാസത്താലല്ല കൃപാവരത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണെന്നാണ് വചനം പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ദാനമാണ് ഈ കുഞ്ഞിന്റെ ജീവൻ, ദൈവത്തിന്റെ ദാനമാണ് ഈ ജീവൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ സഹോദരി, നിങ്ങൾ ഈ കൃപാസനത്തിലെ അമ്മ മാതാവിന് ഈശോയ്ക്ക് വേണ്ടി ശരിയായ വിധത്തില് പ്രവർത്തിക്കണം, വേല ചെയ്യണം. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും പോരായ്മകൾ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് എല്ലാവർക്കും ഇതിന് മാതൃകയായിട്ട് ഇവിടെ നടക്കുന്ന ഈ അത്ഭുതം എത്രയോ മഹത്തരമാണ്, എത്രയോ വലുതാണ്. ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട്, ശക്തമായി കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. മേരിയൻ പാലക്കാട്
ആൾക്കാരും ഇരിപ്പില്ല ഇവിടെ. പിന്നെ സാക്ഷ്യപ്പെടുന്ന അവർ വേറെ അവിടെ സാക്ഷ്യം പറയുന്നതാണ്. മുമ്പായിട്ട് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഏൽക്കുന്നവർക്ക് 90 ദിവസത്തേക്ക് ഇഷ്ടമാണ്